എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ശാപമുക്തി നേടിയ ഹനുമാൻ. കുട്ടികൾ വികൃതി കാട്ടും, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് അതിര് കടക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ചില മാതാപിതാക്കൾ കുട്ടികൾ അനുസരണക്കേട് കാട്ടി സഹിക്കിടുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന്. അതുതന്നെയാണ് ശാപത്തിൻ്റെ രീതി. പണ്ട് മുനികൾ ശപിച്ചാൽ അത് ഫലിച്ചേ തീരൂ എന്നാണ് ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ മറുവശമായി ശാപം മോക്ഷവും കൊടുത്തിരുന്നത് എന്ന് തോന്നുന്നു. കുട്ടി ഹനുമാന് ഈ ശാപത്തെക്കുറിച്ചൊന്നും മനസ്സിലാകുന്ന പ്രായമല്ലായിരുന്നു. സാഹചര്യം വരുമ്പോൾ നമ്മുടെ കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, അതുതന്നെ ഒരു ശാപമാണ്. ഹനുമാനും അത്തരമൊരു ചുറ്റുപാടിൽ പെടുകയുണ്ടായി. എന്നിട്ടും തനിക്കതിന് കഴിയുമെന്ന് സ്വയം ഹനുമാനും തോന്നിയില്ല. എന്തായിരുന്നു ആ സാഹചര്യം എന്ന് നോക്കാം. എങ്ങനെ ഹനുമാൻ അതിനെ നേരിടാൻ പ്രാപ്തനായി എന്നെല്ലാം നമുക്ക് നോക്കാം. ശ്രീരാമൻ്റെ പ്രിയ പത്നി സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. ഇനി കുട്ടികൾക്കറിയോ ആരാണ് ശ്രീരാമൻ? അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ. രാവണൻ ആരാന്ന് അറിയോ? ലങ്കയിലെ അധിപൻ. രാവണൻ രാക്ഷസ രാജാവാണ്, ശ്രീരാമൻ ദേവനും. സീതാദേവിയെ രാക്ഷസനായ രാവണൻ കട്ടുകൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് നോക്കാം നമുക്ക്. ആ സാഹചര്യത്തെ ഒന്ന് പറഞ്ഞു തരാം. അയോധ്യയിലെ മഹാരാജാവായിരുന്ന ദശരഥൻ, അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കൗസല്യ, സുമിത്ര, കൈകേയി എന്നാണ് ഇവരുടെ പേര്. 3 ഭാര്യമാരിലും ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഒടുവിൽ പുത്രകാമേഷ്ടിയാഗം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് 4 പുത്രന്മാർ ജനിച്ചത്. കൗസല്യയുടെ പുത്രൻ ശ്രീരാമൻ, സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണനും ശത്രുഘ്നനും, കൈകേയിയുടെ പുത്രൻ ഭരതനും. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പുത്രന്മാർക്ക് വിവാഹത്തിനുള്ള ആലോചനകൾ ദശരഥ മഹാരാജാവ് തുടങ്ങി. ആ സമയത്താണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തിയത്. അദ്ദേഹം ശ്രീരാമനെ തൻ്റെ കൂടെ കൊണ്ടുപോകാനായിരുന്നു വന്നത്. 2 രാക്ഷസന്മാരുടെ ശല്യം കാരണം അദ്ദേഹത്തിൻ്റെ യാഗം തടസ്സപ്പെടുകയാണ്. യാഗം തടസ്സമില്ലാതെ നടക്കണമെങ്കിൽ ഈ രാക്ഷസന്മാരെ മാരീചനെയും സുബാഹുവിനെയും വധിക്കണം. അതിന് ശ്രീരാമന് കഴിയുമെന്ന് മഹർഷിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് രാമനെ കൊണ്ടുപോകാൻ സമ്മതം ചോദിച്ച് വിശ്വാമിത്രൻ വന്നതാണ്. ദശരഥ മഹാരാജാവിന് സമ്മതമില്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് ഒഴിവ് കഴിവുകൾ പറഞ്ഞു നോക്കി. മഹർഷിയുടെ ക്ഷമ കെട്ടു. അദ്ദേഹം കോപാകുലനായി തോന്നിയ സമയത്ത് ഇത് കണ്ട കുലഗുരു വസിഷ്ഠൻ ഇടപെട്ട് ദശരഥ മഹാരാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരോടുകൂടി യാത്രയായി. വേർപിരിയാത്ത സഹോദരന്മാരായിരുന്നു അവർ. താടകാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വിശ്വാമിത്രൻ താടകയെക്കുറിച്ച് ഒരു വിവരണം തന്നെ രാമന് നൽകുകയുണ്ടായി. ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ള ഭയങ്കരിയായ രാക്ഷസിയാണ് അവൾ. അവളെ പേടിച്ച് ഭൂമിയിലുള്ള ആരും ഈ വനത്തിൽ കൂടി നടക്കാറില്ല. അങ്ങനെയുള്ള അവളെ കൊല്ലുന്നതിൽ ഒരു ദോഷവുമില്ല എന്നാണ് വിശ്വാമിത്രൻ്റെ വാക്കുകൾ. ഇത് കേട്ട ശ്രീരാമൻ ചെറുതായൊരു ഞാണൊലി ശബ്ദം കേൾപ്പിച്ചു. ശബ്ദം കേട്ട് താടക കോപിച്ച് രാമലക്ഷ്മണന്മാരെ കൊന്നു ഭക്ഷിപ്പാനായി ചെന്നു. അപ്പോൾ രാമൻ തൊടുത്ത ബാണമേറ്റ് താടക മരിച്ചു വീണു. കണ്ടാൽ ഒരു മല കിടക്കും പോലെ തോന്നും. അത്ര ഭയങ്കരിയായിരുന്നു ഈ താടക. താടകാവധവും കഴിഞ്ഞ് അവർ യാഗസ്ഥലത്തെത്തി. അതിനിടയിൽ ഒരുപാട് മന്ത്രങ്ങളും അസ്ത്രപ്രയോഗങ്ങളും 2 പേർക്കും വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുത്തു. മുനിമാർ ധൈര്യസമേതം യാഗം തുടങ്ങി. മന്ത്രജപം മുഴങ്ങിയപ്പോൾ താടകയുടെ പുത്രന്മാരായ മാരീചനും സുബാഹുവും രംഗത്തെത്തി യാഗം മുടക്കാൻ നോക്കി. ശ്രീരാമൻ ഉടൻ ഒരസ്ത്രം മാരീചൻ്റെ നേർക്ക് അയച്ചു. അവനെ വ്രണപ്പെടുത്തി കൊല്ലാതെ വിട്ടു. എന്നാൽ സുബാഹുവിനെ കൊല്ലുകയും ചെയ്തു. മുനിമാർ അവരുടെ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. യാഗം പൂർത്തിയാക്കിയ ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് മിഥില രാജ്യത്തേക്ക് പോയി.
അവിടെ ജനകൻ്റെ മകൾ സീതയ്ക്ക് വേണ്ടി വരനെ കണ്ടുപിടിക്കാനുള്ള മത്സരം നടക്കുകയായിരുന്നു. സൽക്കാരങ്ങൾ സ്വീകരിച്ച ശേഷം അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപം കാണാൻ ശ്രീരാമൻ ആഗ്രഹിച്ചു. ചാപം കണ്ട ശ്രീരാമൻ വിശ്വാമിത്രൻ്റെ അനുവാദത്തോടെ വില്ലെടുത്തു കുലയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ വില്ല് രണ്ടായി മുറിഞ്ഞു. ആ ശബ്ദം കേട്ട ഭൂമി കുലുങ്ങി. രാജാക്കന്മാരെല്ലാം ബോധരഹിതരായി നിലം പതിച്ചു. വില്ലെടുക്കുന്ന ആൾക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന ജനകൻ്റെ നിശ്ചയപ്രകാരം ശ്രീരാമനെ സീത വരിച്ചു. ജനകൻ്റെ മറ്റൊരു പുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും ജനകൻ്റെ സഹോദരപുത്രിമാരായ ശ്രുതകീർത്തിയെയും ഭരതനും മാണ്ഡവിയെ ശത്രുഘ്നനും വരിച്ചു. വിവാഹശേഷം ദശരഥൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്തുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനമറിഞ്ഞ കൈകേയിക്ക് ശ്രീരാമനെ രാജാവാക്കുന്നതിൽ യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല ഭരതൻ യുവരാജാവാക്കണമെന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്തു. അത് നടപ്പാക്കാൻ കൈകേയി സ്വീകരിച്ച മാർഗം എന്താണെന്ന് നോക്കാം. പണ്ട് ദശരഥൻ എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടാം എന്ന നിബന്ധനയിൽ 2 വരം കൈകേയിക്ക് നൽകിയിരുന്നു. അത് ഇപ്പോൾ ആവശ്യപ്പെടുക തന്നെ എന്ന് കൈകേയി തീരുമാനിച്ചുറച്ചു. ദശരഥനോട് അവളത് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും തൻ്റെ മകൻ ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്നും കൈകേയി ആവശ്യപ്പെട്ടു. ദശരഥന് ഒഴിയാൻ പറ്റുകയില്ലല്ലോ. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ ശ്രീരാമൻ സസന്തോഷം വനവാസത്തിന് തയ്യാറായി. ധർമ്മപത്നിയായ സീതയും അനുജൻ ലക്ഷ്മണകുമാരനും ശ്രീരാമനെ അനുഗമിച്ചു. സീതയുടെയും ശ്രീരാമൻ്റെയും സംരക്ഷകനായി നിൽക്കുന്ന ലക്ഷ്മണനോട് കാട്ടിൽ വെച്ച് രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ വിവാഹാഭ്യർത്ഥന നടത്തി. അതിൽ കുപിതനായ ലക്ഷ്മണൻ ശൂർപ്പണഖയെ അംഗഹീനയാക്കി. സഹോദരിയെ അപമാനിച്ചതറിഞ്ഞ രാവണൻ പ്രതികാരത്തോടെയാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്. രാമനും ലക്ഷ്മണനും കൂടെ ഇല്ലാത്ത സമയത്താണ് സീതയെ കട്ടുകൊണ്ടുപോയത്. അതുകൊണ്ട് ആരാണ് സീതയെ അപഹരിച്ചതെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ സീതയെ അന്വേഷിച്ച് നടന്ന രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാചലത്തിൽ വെച്ച് സുഗ്രീവനുമായി സഖ്യത്തിലാവുകയും സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാനെയും കൂട്ടരെയും സീതാന്വേഷണത്തിന് ഇറക്കിത്തിരിക്കുകയും ചെയ്തു. ലങ്കയിലുണ്ട് സീത എന്നറിഞ്ഞ വാനരപ്പട എങ്ങനെ സമുദ്രം തരണം ചെയ്യും എന്ന ചിന്തയിലായി. അപ്പോൾ കൂടെയുണ്ടായിരുന്ന ജാമ്പവാൻ കുട്ടിയായിരുന്നപ്പോൾ ഹനുമാൻ ചെയ്ത അത്ഭുത കൃത്യങ്ങൾ പറഞ്ഞു. ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. ലഭിച്ചിട്ടുള്ള വരങ്ങളെക്കുറിച്ചെല്ലാം ഓർമ്മപ്പെടുത്തി. എത്രയെത്ര വരങ്ങളാണ് ദേവന്മാർ ഹനുമാന് നൽകിയിട്ടുള്ളത്. ബ്രഹ്മമുള്ള അത്രയും കാലം ആയുഷ്മാനായി വാഴുക, ഗരുഡനിൽ കവിഞ്ഞ കായബലം ഉണ്ടാകട്ടെ എന്നിങ്ങനെ ബ്രഹ്മാവ് ആശംസിച്ചു. ആയുഷ്കാലം മുഴുവൻ ഭക്തനായി വാഴുവാൻ മഹാവിഷ്ണുവും അനുഗ്രഹിച്ചു. വിശ്വം ജയിച്ച് വീരനായി വാഴുക, അതായിരുന്നു ശിവൻ നൽകിയ വരം. ഇന്ദ്രൻ്റെ വരം എന്താണെന്ന് നോക്കാം. ഒരസ്ത്രവും നിന്റെ ശരീരത്തിൽ ബാധിക്കില്ല എന്നായിരുന്നു ഇന്ദ്രൻ്റെ വരം. അഗ്നി നിന്നെ ബാധിക്കില്ലെന്ന് അഗ്നിദേവനും വരം കൊടുത്തു. ഒരിക്കലും മൃത്യു നിന്നെ വരിക്കില്ലെന്ന് യമരാജാവും വരം കൊടുത്തു. വായു ഭഗവാനോ ആത്മാധികമായി വേഗതയുണ്ടാകട്ടെ എന്ന് വായു ഭഗവാനും അനുഗ്രഹിച്ചു. ജാമ്പവാനിൽ നിന്ന് ഇതെല്ലാം കേട്ട ഹനുമാന് സ്വന്തം ശക്തിയിൽ വിശ്വാസം ജനിച്ചു. ഓർമ്മപ്പെടുത്തലിലൂടെ ശാപമോക്ഷം ലഭിച്ച ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് സീതയെ കണ്ടെത്തുകയും ചെയ്തു. അത് രാമരാവണ യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.